ഹലോ, ഞാൻ ഡോക്ടർ മാത്യു. ഞാൻ ഡെർമാവ്യൂ ആലുവയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞിട്ടുള്ള നീരിനെ കുറിച്ചാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ സാധാരണമായി കാണുന്ന ഒരു ഫിനോമിനനാണ് നീര്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എവിടെ മുറിവുണ്ടായാലും അവിടെ നീരുണ്ടാവും. ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം മുറിവുകൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ ലോക്കൽ അനസ്തീഷ്യ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ട്യൂമസെൻസ്, അതുപോലെ സ്കിൻ അവയം അല്ലെങ്കിൽ സ്കിൻ ലാക്സിറ്റി, ഇതൊക്കെ നമുക്ക് നീര് കൂടാൻ കാരണങ്ങളാകുന്നു. നമ്മുടെ ശരീരത്തിൽ മസിൽസിന് സാധാരണ രീതിയിൽ അറ്റാച്ച്മെൻറ്റ് ബോണിലാണ്. എന്നാൽ നമ്മുടെ നെറ്റിയിൽ അങ്ങനെയല്ല. നമ്മുടെ നെറ്റിയിലെ മസിൽസിന് അറ്റാച്ച്മെൻറ്റ് സ്കിന്നിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റിയിൽ നീര് വരുമ്പോൾ മസിൽസിനത് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നീര് നെറ്റിയിൽ വരുമ്പോൾ അത് താഴത്തേക്ക് ഇറങ്ങി നമ്മുടെ കണ്ണിന് ചുറ്റും കവിളിലേക്കും അത് ഇറങ്ങും. സാധാരണ രീതിയിൽ അതൊരു പ്രശ്നമല്ല. കാരണം സർജറി ചെയ്ത് കഴിഞ്ഞ് ഒരു 48 തൊട്ട് 72 മണിക്കൂറിൽ അത് കൂടുകയും അതിനുശേഷമുള്ള 2-3 ദിവസങ്ങളിൽ അത് തന്നെത്താനെ കുറയുകയുമാണ് ചെയ്യുന്നത്. സർജറി കഴിഞ്ഞിട്ടുള്ള നീര് എപ്പോഴാണ് പ്രശ്നമാകുന്നത്? നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യുമ്പോൾ അലർജിക് റിയാക്ഷൻ മൂലമായി ഉണ്ടാകുന്ന അസാധാരണമായുള്ള നീര്, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന നീര്, അല്ലെങ്കിൽ പഴുപ്പും അതുപോലെ തന്നെ സഹിക്കാൻ കഴിയാത്ത വേദനയോട് കൂടിയുള്ള നീരും ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ സർജറി ചെയ്ത ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. നീര് കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നീര് കുറയ്ക്കാൻ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഹെഡ് പൊസിഷൻ ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യുകയും അതുപോലെ തന്നെ സർജറി ചെയ്ത് കഴിഞ്ഞ് ഒരു കംപ്രഷൻ ബാൻഡേജോ അല്ലെങ്കിൽ അഡ്ഹസീവ് ടേപ്പ് ഉപയോഗിക്കാവുന്നതുമാണ്. അതുപോലെ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ തല ഒരു 45 ഡിഗ്രി ആംഗിൾ ഉയർത്തി വെക്കുകയും അതുകൂടാതെ നമ്മൾ തല കുനിച്ചോ അഥവാ കുനിഞ്ഞിരുന്നോ ചെയ്യുന്ന പ്രവർത്തികൾ, ഉദാഹരണത്തിന് ഫോണോ ലാപ്ടോപ്പ് യൂസോ ഒരു 3-4 ദിവസത്തേക്ക് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നീര് ഒരു പരിധി വരെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. താങ്ക് യു.